എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരിലൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നു. കുറച്ച് ആൽബമൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല നല്ലോണം നിൽക്കുമ്പോൾ ഡാൻസ് ചെയ്യുട്ടോ, ഒന്ന് കണ്ടു നോക്കുമെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ഞ് കൊച്ചിയ. അതിനിപ്പോൾ ആദ്യമല്ല പറയുന്നത്, മഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ കണ്ണൊക്കെ നീട്ടി വെച്ചിട്ട് വെച്ചു. അത് കുറേ ഫോട്ടോസ് ഇങ്ങനെ നോക്കി. നമ്മുടെ സിനിമയിൽ വായിച്ചിരുന്നു. ഇല്ല, എൻ്റെ ആഗ്രഹമൊക്കെ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ശശിയെടുത്തൊന്ന് പരിചയപ്പെടാൻ പറഞ്ഞു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. വന്നിട്ട് എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത്? ആകാശ്, എന്തെങ്കിലും ഞങ്ങളിവിടെ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് ഞാൻ അത് പ്രതീക്ഷിച്ചു. പ്രൊഡ്യൂസ് ചെയ്യാൻ ഇടാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എന്റെ തന്നിട്ട് പറഞ്ഞു, നീ എന്ത് തന്നെ പോയി ചെയ്തിട്ടും പറഞ്ഞു അല്ലേ? പക്ഷെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ ഇന്നലെ ഹസ്ബൻഡ് ശിവൻകേട്ടൻ കഴിക്കുന്ന മാല ഒരു എന്റെ തന്നു. ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലം കാശൊക്കെ ഉണ്ട്. പക്ഷെ എന്തോന്നല്ലോ, ഈ 2 മാല കൊണ്ട് അവിടെ വെച്ച് നിർത്താനാണ് അവിടെ വെച്ചത്.